ഇനി എന്ത് പേടിക്കാതിരിക്കാനാ? ഇത്രയൊക്കെ ആയി. എനിക്ക് നിന്നെ കിട്ടില്ല, ഞാൻ എന്തെങ്കിലും പോയി ചെയ്യൂ, അത് ഉറപ്പാ. എന്ന് നീ എന്തെങ്കിലുമൊക്കെ ചെയ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഒന്നും നടക്കാനും പോകുന്നില്ല. ഇനി നീ എന്തെങ്കിലും ആലോചിക്കും. അയ്യോ, ഇതാ മമ്മി വിളിക്കുന്നു. ഇനി നീ ഇങ്ങോട്ട് വിളിക്കല്ലേ. ഇനി എന്റെ കയ്യിലാവൂല ഫോണ്, അമ്മന്റെ കയ്യിലാവും. ഞാൻ അമ്മ അറിയാതെ എടുത്തതാ. ശരി, നീ വേണ്ടതൊന്നും ചെയ്യാൻ നിക്കല്ലോ. ഇല്ല ഡീ, ഞാൻ നിന്നെ വിളിക്കുന്ന നീ കേക്കുന്നില്ലേ? നീ ഇങ്ങോട്ട് വാ. ഒരു മിനിറ്റ് അമ്മ, ഞാനിപ്പോ വരാ. എന്താ അമ്മ വിളിച്ചേ? നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു? നിനക്കെന്താ ചെവി കേട്ടൂടെ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ ഇറങ്ങി പൊക്കോ. പിന്നെ ഞാൻ വീണ്ടും പറയാ, നിന്റെ തള്ള പോയതാ എന്നെഴുതി എന്റെ കയ്യിൽ നിന്ന് നിനക്കൊരു അമ്മയുടെ സ്ഥാനം കിട്ടുന്ന നീ പ്രതീക്ഷിക്കണ്ട. പിന്നെ നിനക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, അതിനെയും കെട്ടിപ്പിടിച്ച് നീ അങ്ങ് പൊക്കോ. എനിക്ക് വയ്യ നിന്നെ നോക്കാൻ. അമ്മ, എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് നിനക്ക് അറിയുന്നല്ലേ? എനിക്ക് നന്നായിട്ടറിയാം നിനക്കൊരാളെ ഇഷ്ടമാണ്. ആ ഇഷ്ടമുള്ള ആള് എന്റെ മോൾക്കുള്ളതാ. അവനെ എങ്ങനെ നീ നോക്കിയെന്ന് ഞാൻ അറിഞ്ഞോ? നിന്റെ മുട്ടുകാലം ഞാൻ തല്ലുപിടിക്കും. ഞാനത് നിന്നോട് മുന്നേ പറഞ്ഞിട്ടുള്ളതാ. അവനെ വിട്ടോന്ന്. നീ വേറൊരാളെ പോയി കെട്ടിയാ മതി. നീ അവനെ കെട്ടണ്ട. ഞാനല്ലേ അവനെ ഇഷ്ടപ്പെടുന്നു. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ ഏതായാലും എനിക്കൊരു അമ്മന്റെ സ്നേഹം തരുന്നില്ല എന്ന് എനിക്ക് ഇഷ്ടമുള്ള ആളെ കെട്ടിപ്പോകുന്നത് നിങ്ങൾക്ക് എന്താ? പറയുന്നതൊന്ന് കേട്ടാ മതി. കൂടുതൽ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട. അല്ല, നേരത്തെ അവിടെ വെച്ച ഫോൺ എവിടെ? നീ അത് എടുത്തോ? നീ അവനക്ക് വീണ്ടും വിളിച്ചോ? ആ ഫോൺ ഇങ്ങോട്ട് താ. അമ്മ പ്ലീസ് അമ്മ, എനിക്ക് അവനില്ലാണ്ട് പറ്റില്ല അമ്മ. നിന്നോട് ഞാൻ പറഞ്ഞോ ഫോൺ ഇങ്ങോട്ട് തരാൻ. ഇവിടെ തുടങ്ങിയോ അമ്മ? നിങ്ങൾക്ക് എന്താ? നീ ഇങ്ങോട്ട് വന്നേ. നീ അവനും കാര്യാക്കണ്ട. വാ. ഈ കുരുട്ട് എന്റേതായി പോയി. ഈ സാധനം ശരിക്കും എന്റെ വയറ്റിലല്ലേ ജനിക്കേണ്ടത്, മറ്റവളെ വയറ്റില. അതന്നെ ഞാനും വിചാരിക്കുന്നത്. നിങ്ങൾ എന്റെ തളയായി പോയല്ലോ. ഇവളമ്മന്റെ വയറ്റിലെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ആ ജെന്നിനെ മാത്രം മതിയായിരുന്നു. നിന്നും കൂടി എനിക്ക് പറ്റിപ്പോയി. ഞാൻ എന്റെ മോളെടുത്തോട്ട് പോട്ടെ. നിങ്ങളെ ചെറിയ മോള് മൂട് തങ്ങിപ്പോ. അതുപോലെ എൻ്റെ അടുത്ത് വരാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ പോവന്നാ. അവളെന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് തന്നിട്ടുള്ളൂ. നിങ്ങളെ ആഗ്രഹമൊക്കെ എനിക്കറിയാലോ. ഇവളെ വഴക്ക് പറയാനും നിങ്ങളവളും കൂടി എന്തെങ്കിലും ഒപ്പിക്കുക, ഇവളെ കുത്തി നോവിക്കുക. പിന്നെ അതൊന്നും പോരാഞ്ഞിട്ട് ഇവള് സ്നേഹിക്കുന്ന ആളെ അവളെ കൊണ്ട് പിടിച്ച് കെട്ടിക്കാൻ നോക്കുന്നു. ഇതിനൊക്കെയല്ലേ അവള് നിങ്ങളെ സപ്പോർട്ട് നിൽക്കുന്ന? ഭയങ്കരം തന്നെ. എന്നാ അമ്മ ചെല്ലേ. വേണ്ട, നീ വാ ഇങ്ങോട്ട്. പിന്നെ ഞാൻ എന്താ ഇതിനൊക്കെ പറയണ്ടേ? സ്വന്തം അമ്മായി പോയില്ലേ. നീ വാ. ഇതിനോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ജന്മത്തിൽ നന്നാൻ പോകുന്നില്ലതൊന്നും. എടി, ഇങ്ങനെയൊന്നും പറയില്ലടി. അത് അമ്മയല്ലേ. അമ്മയോ? അമ്മ എന്ന് പറയുന്നത് സ്വന്തം മക്കളെ നല്ലത് പറഞ്ഞു പഠിപ്പിക്കാനും ആരെ കണ്ടാലും സ്വന്തം മോളെ പോലെ കാണണമെന്നാ. എന്നിട്ടാണോ നീ അമ്മ എന്ന് വിളിക്കുന്നത്? എനിക്ക് അമ്മന്ന് കൂടി വിളിക്കാൻ ഇഷ്ടമല്ലേ. പക്ഷെ അമ്മയായി പോയി എന്നുള്ളത് മാത്രമാണ്. എന്നെ കൊണ്ട് നീ ഒന്ന് പറയിപ്പിക്കാൻ നിൽക്കണ്ട. ശരി എന്നാ. എനിക്ക് നിന്നോടാ പറയാനുള്ളത്. മാറ്റി നിൽക്ക്. നിനപ്പോ ഒരു കൂട്ടര് പെണ്ണ് കാണാൻ വരും. ഇവളെ ആരും കാണാൻ പോകുന്നില്ല. ഇവള് കെട്ടുന്നുണ്ടെങ്കിൽ ഇവളെ ചെക്കനെ തന്നെ ആയിരിക്കും. നിങ്ങളിത് കണ്ടോ? അത് നിന്നോടാണ് ഞാൻ പെണ്ണ് കാണാൻ പറഞ്ഞേ, ഇവളോടല്ലേ. നീ എന്തിനാ എല്ലാ കാര്യത്തിലും ഇടപെടാൻ നിൽക്കുന്നേ? ഇവൾക്ക് താങ്ങാൻ പറ്റാത്ത എന്ത് കാര്യം ആര് പറഞ്ഞാലും ആ ഒരാളെത്തി ഞാൻ പ്രതികരിക്കും. കാരണം ഒരമ്മന്റെ വീട്ടിൽ പിറന്നതല്ലെങ്കിലും ഇവളെന്റെ ചേച്ചി തന്നെ. അല്ലാതെ നിങ്ങളെപ്പോലെ എനിക്കങ്ങനെ കാണാൻ കഴിയില്ല. എനിക്ക് ഇങ്ങനൊന്നും കേൾക്കാൻ വയ്യ. നീ പോയി റെഡിയാവ്. നിന്നെ ഇപ്പോ കാണാൻ വരും. അവളിപ്പോ ആരെയും കാണാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞോ, നീ ഇങ്ങോട്ട് വാടി. നിന്നോടൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തിനാടി അമ്മേന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പോയേ? എന്നെ കൊണ്ട് നിനക്കും കൂടി അല്ല അമ്മേന്റെ ഒക്കെ വഴക്ക് കേൾക്കുന്നേ. എടി പോത്തെ, അതെന്റെ സ്വന്തം അമ്മയല്ലേ.
എന്നിട്ടും ആ തള്ളന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഞാൻ അതിനോട് ഇങ്ങനെ പെരുമാറുന്നു. ഞാനും കൂടി ആ തള്ളന്റെ സ്വഭാവത്തിനനുസരിച്ച് നിൽക്കാന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ ഇവിടെ ജീവനോടെ ഉണ്ടാവൂല. നീ ആ തള്ളയും തള്ളന്റെ മോളും പറയുന്ന കേട്ട് നിന്നാ നീ ഒന്ന് പ്രതികരിക്ക്. നിനക്ക് പറ്റാത്ത കേട്ടാ നീ നന്നായിട്ട് പ്രതികരിക്ക്. അച്ഛനേതായാലും അമ്മയുടെ വാലും തൂങ്ങിപ്പോവാണ്. അച്ഛനെ നോക്കിയിട്ട് കാര്യമില്ല. ഞാനും കൂടി ഇപ്പൊ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? അതിന് നീ എങ്ങോട്ടാ പോകുന്നേ? അല്ല, ഞാൻ കല്യാണം കഴിച്ച് പോകുമ്പോഴുള്ള കാര്യം പറഞ്ഞതാ. അയ്യേ, അതിന് മുന്നേ അമ്മ എന്നെ ഇവിടുന്ന് കെട്ടിക്കും. ആ, ഇപ്പോഴാണ് എനിക്ക് എന്റെ ശരിക്കും കുട്ടിയെ കാണാൻ പറ്റിയത്. നീ ഇങ്ങനെ കരയല്ലേ? നീ ഇങ്ങനെ എന്നോടൊപ്പം തർക്കുത്തന് വന്ന് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. ഇനി നീ എന്റെ മുന്നിൽ കിടന്ന് മൂങ്ങിയ അപ്പൊ കാണാം. ആ തള്ളച്ചിനോട് തള്ളച്ചിന്റെ പണിയൊക്കെ പോകാൻ പറ. എന്നിട്ട് ഇതുപോലെ കിടന്ന് ചില്ലാവും മോളെ. അല്ല, അമ്മ മാറ്റി നിൽക്കാൻ പറഞ്ഞല്ലേ? ഇനി മാറ്റി നിലയിൽ എന്തേലൊക്കെ പറയോ? വെറുതെ നീ എന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ നിൽക്കണം. നിന്നോട് ഞാൻ പറഞ്ഞില്ല നീ പ്രതികരിക്കും. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനാ മാറ്റി ഒരുങ്ങി പോകാൻ നിൽക്കുന്നേ? അല്ലടി, നമുക്കൊരു കാര്യം ചെയ്താലോ? നീ ഇപ്പൊ മാറ്റി ഒരുങ്ങി അവിടെ പോയിരിക്ക. എന്നിട്ട് നീയും ചക്കനും കൂടി സംസാരിക്കൂലേ? നിനക്ക് ഭ്രാന്ത് എന്നുള്ള രീതിക്ക് നീ പെരുമാറാം. അങ്ങനെ അമ്മ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മുടക്കാം. അപ്പൊ അമ്മന്റെ ആഗ്രഹം നടക്കും, നമ്മളെ ആഗ്രഹം അങ്ങ് തീർന്നിട്ടും. എങ്ങനെയുണ്ട് ഐഡിയ? എടി, അങ്ങനെയൊക്കെ വേണം. അതൊക്കെ വലിയ സീനാവട്ടോ. നിനക്ക് നിന്റെ ചെക്കനെ വേണോ? അത് വേണം. അല്ലേടി, ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വെക്ക്. അമ്മക്ക് വേണ്ടത് ജെനിനെ കൊണ്ട് ആരവിനെ കെട്ടിക്കാനാണ്. അതിന്റെ ഇടക്ക് അവരത് നടത്തൂലേ? അവരെ കല്യാണം നടന്നാ പിന്നെ ഞാൻ പോയിട്ട് ചാവും. മോയന്റെ അതിനവൻ സമ്മതിക്കൂടി പോത്തെ. അത് സമ്മതിക്കൂല. പിന്നെന്താ എന്റെ അസുഖം? പിന്നൊന്നുമില്ല. എന്നാ എന്റെ മോള് പോയി വേഗം പോയി മാറ്റി. നല്ല വൃത്തിക്ക് മാറ്റരുതേ. കണ്ണ് ഞാൻ എഴുതി തരക്കോ? നീ എഴുതി കോളാക്കി തരണ്ട കണ്ണ്. ഞാൻ വരണ്ട്. ഞാൻ കണ്ണെഴുതി തരാം, നീ പോയി മാറ്റി. അല്ലടി, അതിനിപ്പോ ഞാനെന്ത് ചെയ്യാൻ അവിടെ പോയിട്ട്? എനിക്ക് ബുദ്ധിയില്ലാന്ന് അവർക്ക് മനസ്സിലായ പോരെ. അതിനൊരെന്തേലും ഐഡിയ പറഞ്ഞോണ്ടാ. ഡോണ്ട് വെറി മൈ ഗേൾ. അവിടെ നീ എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് വെറുതെ വിളിക്കുക. സീരിയസ് ആയിട്ട് എന്നോടൊരു കാര്യം ചോദിക്കുക. അപ്പൊ നീ എന്താക്കുക? ചിരിക്കുക. ചിരിക്കാനുള്ളത് പറഞ്ഞാലും ചിരിക്കുക, കരയാനുള്ളത് പറഞ്ഞാലും ചിരിക്കുക, എന്ത് പറഞ്ഞാലും ചിരിക്കുക. അപ്പൊ ആളെന്ത് വിചാരിക്കും? അനക്ക് എവിടോ ഒരു ലൂസ് ഉണ്ടെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ അച്ഛനോടും അമ്മനോടും പോയി പറയും, ഈ പണിന് എനിക്ക് വേണ്ട, ഈ പണിന് എവിടോ ഒരു ലൂസ് ഉണ്ട്, അതുകൊണ്ട് വേണ്ടെന്ന് പറയും. അപ്പൊ പിന്നെ നമ്മളെ കാര്യം നടക്കുമല്ലോ. അങ്ങനെ അമ്മ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും ഇതേപോലെ അങ്ങ് മുടക്കുക. എന്നിട്ട് നീ ആരെങ്കിലും കെട്ടി സുഖമായിട്ട് ജീവിക്കുമ്പോളെ. എടി, അതൊക്കെ നടക്കൂ. എനിക്ക് ആരവിനെ തന്നെ കെട്ടണേ. ആ കാര്യം സെറ്റാണ് മോളെ. നീ ആരവിനെ തന്നെ കെട്ടും. എനിക്കത് മതി. എന്നെന്റെ മോള് പോയി വേഗം മാറ്റിക്കോ.